ഹായ് ഓൾ വെൽക്കം ടു എൽ എൻ അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അവരുടെ ഈ ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം CUET എക്സാമിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതർ ദാൻ സം കോഴ്സുകൾ എന്ന് പറയുന്നത് അവർ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്, അതിന്റെ ബേസിസിലാണ്. സോ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ പിന്നെ അതിന്റെ എലിജിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അവരുടെ വെബ്സൈറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും AMU.ac.in എന്ന് പറയുന്നതാണ് അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. ഇവിടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലിങ്ക്സ് കാണാൻ പറ്റും. അതിൽ നമ്മുടെ കംപ്ലീറ്റ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഗൈഡ് ടു അഡ്മിഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇയറിലേക്കുള്ള ഗൈഡ് ടു അഡ്മിഷനിലെ അവരുടെ പ്രോസ്പെക്ടസ് നോക്കാം. അത് നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്നുള്ളത്. ആൻഡ് അത് റിലേറ്റഡ് ടു എക്സാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ UG പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫാക്കൾട്ടി ഓഫ് അഗ്രികൾച്ചർ സയൻസിന്റെ അണ്ടറിൽ അവർ BSc ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അഗ്രികൾച്ചറിലും അതേപോലെ കമ്മ്യൂണിറ്റി സയൻസിലുമാണ്. ഇനി ഫാക്കൾട്ടി ഓഫ് ആർട്സിലേക്ക് വരുന്ന സമയത്ത് BA ഹോണേഴ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെ സബ്ജക്റ്റിൽ വരുന്നുണ്ട്, ഹിന്ദി, ലിംഗ്വിസ്റ്റിക്സ്, അതേപോലെ പേർഷ്യൻ, ഫിലോസഫി, സാൻസ്ക്രിത് ഒക്കെയാണ് അതിൽ വരുന്നത്. അതേപോലെ നമ്മൾ നോക്കേണ്ടത് ഏത് ഫാക്കൾട്ടിയിൽ അണ്ടറിലാണ് നമ്മുടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഫാക്കൾട്ടി ഓഫ് കൊമേഴ്സിൽ നോക്കുമ്പോൾ BCom ഹോണേഴ്സ് വരുന്നുണ്ട്, ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതായത് BBA എവിടെയൊക്കെ സെന്റർ വരുന്നുണ്ട്, AMUയിൽ സെന്റർ വരുന്നുണ്ട്. അതേപോലെ മലപ്പുറം, അതായത് ആക്ച്വലി AMU അല്ലെങ്കിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് UPയിലാണ്, അലിഗർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. അതർ ദാൻ ഇവർക്ക് എന്തുണ്ട്, 3 ഓഫ് ക്യാമ്പസുകൾ വരുന്നുണ്ട്. അതിലൊന്ന് മലപ്പുറമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എന്താ മുർഷിദാബാദ്, വെസ്റ്റ് ബംഗാളിൽ ഉള്ള മുർഷിദാബാദിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു കോഴ്സ് BBA എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഫാക്കൾട്ടിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഇതാ BTech കോഴ്സുകൾ കണ്ടോ, ഇത്രയും ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ BArc വരുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ നോക്കുകയാണ് BVOCകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ ഫാക്കൾട്ടി നോക്കുന്ന സമയത്ത് BA ഹോണേഴ്സ് ചൈനീസ്, റഷ്യൻ ഇന്റർനാഷണൽ സ്റ്റഡീസും കണ്ടോ, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് ഒക്കെ വരുന്നുണ്ട്. ഇനി ലോ, ഫാക്കൾട്ടി ഓഫ് ലോയിലേക്ക് വരുന്ന സമയത്ത് BA LLB ആണ്. അത് നമുക്ക് മലപ്പുറത്തുള്ള ക്യാമ്പസിൽ അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ മുർഷിദാബാദിലും നമുക്ക് എന്തുണ്ട്, AMUവിന്റെ സെന്ററിൽ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്, ലോക്ക് പഠിക്കാനായിട്ട് പോവാം. ഓക്കെ, ഇനി ലൈഫ് സയൻസ് ഫാക്കൾട്ടിയിലേക്ക് വരുന്ന സമയത്ത് BSc ഹോണേഴ്സ് അതായത് ബയോ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ വരുന്നുണ്ട്. ഇനി മെഡിസിനിലേക്ക് വരുമ്പോൾ അവിടെ BDS, MBBS, BSc നഴ്സിംഗ്, സം പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊക്കെ വരുന്നത് നീറ്റ് എക്സാം ത്രൂ ആണ്. അതേപോലെ തന്നെ വേറെയും പിന്നെ നമുക്കറിയാം എക്സാമുകളായിട്ടുള്ള JEE എക്സാമുകൾ, അല്ലെങ്കിൽ നാറ്റ എക്സാമുകൾ, CUET എക്സാം, നീറ്റ് എക്സാം, ഇത് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് കോഴ്സുകൾക്ക് വേണ്ടി സീറ്റ് അവരെന്ത് ചെയ്യുന്നത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ചില കോഴ്സുകൾ മാത്രമാണ് അവരെന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ അവർ അവരുടെ എൻട്രൻസ് എക്സാം ത്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ കോഴ്സുകളാണ് അതിന് വേണ്ട ഏത് എക്സാം ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫാക്കൾട്ടി ഓഫ് സയൻസിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ BSc ആണ്. അതായത് സയൻസ് സബ്ജക്ട് BSc എന്നും ആർട്സ് സബ്ജക്റ്റുകൾ BA എന്നുമായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം BSc ഹോണേഴ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോണേഴ്സിൽ നോക്കുന്ന സമയത്ത് ഹോണേഴ്സ് എന്ന് പറയുമ്പോൾ 4 ഇയർ ആയിട്ടായിരിക്കും എക്സാം ഈ ഒരു കോഴ്സ് ഉണ്ടാവുക. അപ്പൊ BSc ഹോണേഴ്സ് ജോഗ്രഫി, സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ സയൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇസ്ലാമിക് സ്റ്റഡീസ്, ജിയോഗ്രഫി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവിടെയും വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതാ സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒന്നാണ് BA B.Ed, അതേപോലെ BSc B.Ed എന്ന് പറയുന്നത്. ഇനി ഫാക്കൾട്ടി ഓഫ് തിയോളജി ഒക്കെ അവിടെ വരുന്നുണ്ട്. അതിൻ്റെ അണ്ടറിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് BA ഹോണേഴ്സ് ആണ്. ഷിയ തിയോളജിയിലും അതേപോലെ സുന്നി തിയോളജിയിലുമാണ് വരുന്നത്. ഇനി യുനാനി മെഡിസിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞത് UG
പ്രോഗ്രാംസ് ആയിരുന്നു. ഇനി PG പ്രോഗ്രാംസ് നോക്കുന്ന സമയത്ത് ഇതേപോലെ അഗ്രികൾച്ചർ സയൻസിന്റെ ഫാക്കൾട്ടി നോക്കുന്ന സമയത്ത് MSc ഇൻ മൈക്രോബയോളജി, എൻഡോമോളജി, പ്ലാന്റ് പത്തോളജി, ന്യൂമറ്റോളജി ഒക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക്, അതായത് മാസ്റ്റേഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് നിങ്ങൾ 4 ഇയർ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് MSW അതേപോലെ തന്നെ MBA, ഈ 2 കോഴ്സുകൾക്കും നിങ്ങൾ 3 ഇയേഴ്സ് ബാച്ചിലേഴ്സ് പഠിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഈ ഇയറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ 4 ഇയർ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് എക്സാമിന് സെന്റർ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ എക്സാം സെന്റർ നോക്കുന്ന സമയത്ത് ഇതാ എക്സാം സെന്ററിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് ഏതൊക്കെ കോഴ്സുകൾ എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ BTech BArch ഒക്കെ പോലത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 സെന്ററുകളാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഇത് എക്സാം എഴുതാനായിട്ട് പറ്റുക. അലിഗഡ്, ലക്നൗ, പട്ന, ശ്രീനഗർ, കോഴിക്കോട് ആൻഡ് കൊൽക്കത്തയൊക്കെ നമുക്ക് എന്തുണ്ട് ഇവിടെ എക്സാമിന് ടെസ്റ്റ് സെന്റർ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ BA LLB, അതേപോലെ MBA BEd MSW, ഇതിനൊക്കെ നമുക്ക് എവിടെയുണ്ട്, കോഴിക്കോട്, നമുക്ക് കേരളത്തിൽ കോഴിക്കോട് നമുക്ക് എന്തുണ്ട് സെന്റർ വരുന്നുണ്ട്. സോ നിങ്ങൾ അവിടെ പോയി എക്സാം എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതാനായിട്ട് പറ്റും. അതല്ലാതെ അലിഗഡ് അതേപോലെ കൊൽക്കത്തയിലും നിങ്ങൾക്ക് എന്തുണ്ട് സെന്റർ കിട്ടുന്നതാണ്. BA ഓണേഴ്സ് BSc ഓണേഴ്സ് ഒക്കെ ആകുന്ന സമയത്ത് ഇതായത് ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക്, അതായത് കോഴിക്കോട് നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു സെന്റർ മാത്രമേ ഉള്ളൂ, അത് കോഴിക്കോടാണ്. അവിടെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. BCom BBA ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇവിടെ അതേപോലെ കോഴിക്കോട് നിങ്ങൾക്ക് സെന്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എവിടെയാണ് സെന്റർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതിൽ എന്താണ് പറയുന്നത്, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ സമയത്താണെങ്കിലും നിങ്ങൾ അലിഗഡിലേക്ക് അവിടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ റിസർവേഷൻ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലാ കുട്ടികളും എലിജിബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട് ഇതിൽ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഡിസ്റ്റൻസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ DS എന്നാണ് പറയുന്നത്. അപ്പോൾ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമിസിയൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി, ഈ റിസർവേഷനിലായിരിക്കും നമ്മൾ പരിഗണിക്കുന്നുണ്ടാവുക. അതായത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ വരുന്നതിന്റെ ഒരു ലിസ്റ്റ് അവർ പറയുന്നുണ്ട്. അതിൽ കേരളം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇനി ഇതല്ലാതെ വേറെയും കുറച്ച് റിസർവേഷൻ പറയുന്നുണ്ട്, അത് നോക്കുകയാണ് നമ്മൾ. അവിടെ SC ST പറയുന്നുണ്ട്, അതേപോലെ ബാക്ക്വേർഡ് ക്ലാസ് പറയുന്നുണ്ട്. അതിനൊക്കെ എന്ത് വേണം, അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ പറയുന്ന ആളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പിന്നെ ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി എംപ്ലോയിയുടെ കുട്ടിയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അലൂമിനിയുടെ കുട്ടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ഹെഡ് ഓഫ് ദ ഓഫീസ് എന്ന് നമുക്ക് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു റിസർവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പിന്നെ വേറെയും കാറ്റഗറീസ് പറയുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ എന്തായിരിക്കണം, ട്രാൻസ്ഫർ ടു അലിഗഡ്, അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ള കുട്ടികൾക്ക്, അതായത് അവരുടെ പാരൻസിന്റെ കുട്ടികൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ആരും മറക്കാതെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാറ്റഗറി ആണ്. എഗെയിൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാണ്, ഡിസ്റ്റൻസ് സ്റ്റേറ്റ് അതായത് DS എന്ന് പറയുന്നത്. ഇത് ഡൊമിസിയൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അക്ഷയയിൽ പോയി ഡൊമിസിയൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവിടുന്ന് അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതല്ലാതെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് പറയുന്നുണ്ട്. പിന്നെ NCC കേഡറ്റ്, ഇപ്പൊ UG പ്രോഗ്രാമിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് B സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ PG കോഴ്സുകൾക്കാണെന്നുണ്ടെങ്കിൽ C സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺസ്, ഡിബേറ്റേഴ്സ്, അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ അവരെ പരിഗണിക്കുന്നതാണ്. അതല്ലാതെ ചിൽഡ്രൻസ് ഓഫ് ആംഡ് ഫോഴ്സ് അതിന്റെ കേസും പറയുന്നുണ്ട്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് റിസർവേഷൻ കാറ്റഗറി. അതിൽ DS നിങ്ങൾ മറന്നു പോയത്, അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഹോൾസ് ഓഫ് റെസിഡൻസ് അവിടെ വരുന്നുണ്ട്.
സോ ഹോസ്റ്റൽസ് നമ്മളോട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ വേണോ വേണ്ടയോ എന്നുള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, യെസ് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, കൺഫേം പറയുന്നില്ല അവിടെ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഡൊമസ്റ്റിക് സ്റ്റേറ്റിന്റെ ആ ഒരു ടേബിൾ ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾ കേരള നോക്കിക്കഴിഞ്ഞാൽ, കേരള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താണ്, കേരളത്തില് അലിഗഡ് എന്ന് പറയുന്ന ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു DS, അതായത് ഡിസ്റ്റൻസ് സ്റ്റേറ്റ് കാറ്റഗറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ മലപ്പുറം ക്യാമ്പസിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് അവിടെ അത് പോസിബിൾ അല്ല. അതേപോലെ തന്നെ മുർഷിദാബാദിലും അതെ കിഷൻഗഞ്ചിലുമാണ് നമുക്ക് വേറെ 2 ഓഫ് ക്യാമ്പസ് വരുന്നത്. അവിടേക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു രീതിക്ക് തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നീട് ഇതാക്കുന്ന ലിസ്റ്റ് ഓഫ് മദ്രസ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഡിഗ്രീസ്, ഏതൊക്കെ ഡിഗ്രീസ് ഒക്കെയാണ് നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പരിഗണിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടോ, ഈ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് AMUവിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ കണ്ടോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെ ജാമിയ നദവിയ എടവണ്ണ, അങ്ങനെ ഒരുപാട് കോളേജുകളും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മദ്രസയുടെ കേസുകളാണ്. സോ നിങ്ങൾ അങ്ങനെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്സാമിന്റെ കേസ് പറയുമ്പോൾ അത് OMR ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, OMR ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ് കേട്ടോ ഉണ്ടാവുക. ആ എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് അത് ഏതൊക്കെ പ്രോഗ്രാംസുകൾ അവർ പിന്നെ ഓഫർ ചെയ്യുന്നുണ്ട്, ആ പ്രോഗ്രാമിന്റെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് ടെസ്റ്റ് പേപ്പറിന്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ സെലക്ഷൻ പ്രോസസ് ആണ് നടത്തുന്നത്, ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ UG പ്രോഗ്രാമിന്റെ കേസിൽ അഗ്രികൾച്ചർ സയൻസ് ഫാക്കൾട്ടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കൊടുക്കുമ്പോൾ അത് അവർ പറയുന്നുണ്ട് എന്താണ്, സെൽഫ് ഫിനാൻസിങ് സ്കീമാണ്. നിങ്ങൾ പേജ് നമ്പർ 54ലേക്ക് വന്നു കഴിഞ്ഞാലാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അത് 8 സെമസ്റ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. എത്ര കുട്ടികളെയാണ് ഇൻടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60+12 ആണ്. ഈ 12 എന്ന് പറയുന്നത് ഐക്കർ എക്സാം ത്രൂ ആയിരിക്കും. 60 കുട്ടികളെ അല്ലാതെയും എടുക്കും. അതായത് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എക്സാം ത്രൂ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് അവിടെ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സയൻസ് +2 പഠിച്ച കുട്ടിയാണ്, വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ഹോം സയൻസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ അതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് നോട്ട് മോർ ദാൻ 24 ഇയേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എക്സാം അവർ നടത്തുന്ന ഈ OMR എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എൻട്രൻസ് എക്സാം ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് അവിടേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, ടെസ്റ്റ് പേപ്പറിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആണെന്ന് പറഞ്ഞു. 125 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അത് പാർട്ട് A പാർട്ട് B എന്ന് പറഞ്ഞ 2 കാറ്റഗറിയാണ്. പാർട്ട് Aയിൽ അവർ പ്യുവർ അഗ്രികൾച്ചർ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് 25 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പാർട്ട് Bയിൽ വരുന്ന സമയത്ത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജി കണ്ടോ, ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ടെസ്റ്റ് സെന്റർ, ഇത് ഈ ഒരു എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, അലിഗഡിൽ നിങ്ങൾ പോവേണ്ടതുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഇത് പറഞ്ഞു, ഇതെന്താണ് സെൽഫ് ഫിനാൻസിങ് സ്കീമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ BSc ഓണേഴ്സിന് നിങ്ങൾ, അതായത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ് അഡ്മിഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 45,000 രൂപ പെർ ആനം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അവിടെ പിന്നെ എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട് അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് പോവേണ്ട കോഴ്സുകൾ നമ്മൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. BA ഓണേഴ്സ് ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് എത്ര മെയിൽസ് എത്ര ഫീമെയിൽസിനെ എടുക്കും എന്നുള്ളത്. കാരണം മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്ന് പറയുന്നത് അലിഗഡിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അവർക്ക് സെപ്പറേറ്റ് ആണ്. ഇനി അതിൻ്റെയും ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ +2 തന്നെയാണ് പറയുന്നത്. അതിൽ 50% മാർക്ക് മിനിമം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് CUET എക്സാം ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് ഇവര്
അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ CUT എക്സാം ത്രൂ ആയിരിക്കണം ഇവര് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കുട്ടികളെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ CUT അപ്ലൈ ചെയ്ത് കഴിഞ്ഞ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ പോലും, അതായത് CUTയിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പേപ്പറും നിങ്ങൾ കൊടുത്താൽ മതിയാകും. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, AMUയുടെ എക്സാമിന് അല്ലെങ്കിൽ അവിടേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് AMUcontrollerexam.com എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണതാ, ഇവിടെ ഒരുപാട് കോഴ്സുകൾ എൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ, അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസും പേപ്പർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കുക. അപ്പോൾ ദ ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് അവർ സെൽഫ് ഫിനാൻസ് സ്കീമാന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് അലിഗഡ്, അതേപോലെ മലപ്പുറം, മുർഷിദാബാദിൽ സെന്റേഴ്സ് വരുന്നുണ്ട്. 8 സെമസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ഇൻടേക്കിന്റെ നമ്പറും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി നമുക്ക് അഡ്മിഷൻ ടെസ്റ്റ് ത്രൂ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് എക്സാമിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇനി എവിടെയൊക്കെയാണ് സെന്റർ ഉണ്ടാവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇതും എത്ര എമൗണ്ട് അവിടെ നമ്മൾ ഫീസായിട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ബിടെക്കിലേക്ക് വരുന്ന സമയത്തും ഇതാ കണ്ടോ, അവിടെ എത്രയാണ് ഇൻടേക്ക് എന്നുള്ളതും ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളതും, അതേപോലെ തന്നെ അഡ്മിഷൻ ടെസ്റ്റ് ത്രൂ ആയിരിക്കും. ഇപ്പൊ ത്രൂ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തുന്ന എക്സാം ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇനി ടെസ്റ്റ് പേപ്പറിന്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് പിന്നെ എന്താണ്, അവിടെ നമുക്ക് ദർ ഷാൽ ബി 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ഉണ്ടാകും, 100 മാർക്കിൻ്റെത്. അത് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എന്തിലൊക്കെയാണ്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആണ് അതിലുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് സെന്റർ നമുക്ക് ഇതേപോലെ കോഴിക്കോട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. BRക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ത്രൂ അഡ്മിഷൻ ടെസ്റ്റിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BVOക്ക് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് കോഴ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. ഫാക്കൽറ്റി ഓഫ് ലോ വരുന്ന സമയത്തും അതേപോലെ നമ്മൾ കണ്ടോ, മലപ്പുറം, മുർഷിദാബാദ്, അലിഗഡിൽ ഇവർക്ക് സെന്റർ വരുന്നുണ്ട്. ത്രൂ അഡ്മിഷൻ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ഇംഗ്ലീഷ് ഒരു പേപ്പർ ആയിട്ട് വരുന്നുണ്ട്, കറണ്ട് അഫെയർ വരുന്നുണ്ട്, അതേപോലെ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡും വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കോഴിക്കോട് സെന്റർ വരുന്നുണ്ട്. എക്സാമിന്റെ സെന്റർ എന്ന് പറയുന്നത് ഉണ്ടോ. ലൈഫ് സയൻസിന്റെ ഫാക്കൽറ്റി നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് അറിയാം, അവിടെ എന്താണ്, BSc ഹോണേഴ്സ് ഇതിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, മേജർ ആയിട്ട് ബോട്ടണി അല്ലെങ്കിൽ സുവോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കണം, സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, ഏതൊക്കെയാണ് സബ്ജക്റ്റ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, MBBSന്റെ കേസ് ആണെന്നുണ്ടാവുമ്പോൾ ഇതാ നീറ്റ് UG എക്സാം ത്രൂ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. BDS ആവുന്ന സമയത്തും ഇതേപോലെ നീറ്റ് UG ആണ്. സോ അങ്ങനെ. ഓക്കെ, ഇനി BSc നഴ്സിംഗ് ആവുന്ന സമയത്ത് അവിടുത്തെ എൻട്രൻസ് എക്സാം ആണ്. ഓക്കെ, അവിടുത്തെ എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. സോ അവിടെ നമ്മൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോർ ആയിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ അവിടുത്തെ എൻട്രൻസ് എക്സാമിന്റെ കേസ് നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഫോർ നഴ്സിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തന്നെയാണ് അവിടെ എക്സാമിന് വരുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അലിഗഡിൽ പോയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് PG കോഴ്സുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് മെയിനായിട്ട് ഇപ്പം നോക്കേണ്ടത്, ഇപ്പം ഇതിൽ MTech, MSc എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. MA ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും എലിജിബിലിറ്റി അവർ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, MCOM അപ്പം അല്ലെങ്കിൽ MBA. ഓക്കെ, MBA നമ്മൾ നോക്കുന്ന സമയത്ത്, കാരണം MBA എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 3 ഇയർ പ്രോഗ്രാം, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. 50% അഗ്രിഗേറ്റ് മാർക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതേപോലെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 27 വയസ്സിന്റെ മുകളിലാവാനായിട്ട് പാടില്ല. അവിടുത്തെ എൻട്രൻസ് എക്സാം ആണ്. ആൻഡ് ഇതൊക്കെയായിരിക്കും ടെസ്റ്റ് പേപ്പറിൽ ഉണ്ടാവുക എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് കോഴിക്കോട് അതിന് സെന്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ MBA തന്നെ നമുക്ക് പിന്നെ എന്താ പറയാ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം,
നോക്കാം. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് പിന്നീട് നമ്മൾ നോക്കാനായിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? എക്സാമിന്റെ ഡേറ്റുകളും ഇവരെന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 1 to 8 എന്ന് പറഞ്ഞ പേജിലേക്ക് വരിക. 1 to 8ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഓരോ കോഴ്സുകൾ, അതേപോലെ അതിന്റെ എക്സാം ഡേറ്റും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ BSc അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ എമൗണ്ട് ആണ് ആപ്ലിക്കേഷൻ ചാർജ് ചെയ്യുന്നത്. അതായത് 850 രൂപയാണ്. ഓക്കെ. അതായത് എന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? ഓൾറെഡി ഫെബ്രുവരി 1 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. സോ അത് എന്ന് വരെയാണ്. അതേപോലെ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ലേറ്റ് ഫീ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഓരോ കോഴ്സുകളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ അതാ BSc ജിയോളജി എടുക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ 850 രൂപ തന്നെയാണ് വരുന്നത്. ഓക്കെ. പക്ഷെങ്കിൽ BA ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അഗെയിൻ 850 ആണ്. പക്ഷെങ്കിൽ അതിൽ ഡേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ചില കോഴ്സുകൾക്ക് വരുന്നുണ്ട്, ചിലതിൽ വരുന്നില്ല. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കേണ്ടതുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ MA ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ. MBAയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ 850 ആണ് വരുന്നത്. അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ഓക്കെ. അതായത് 5/4/2026 ആണ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത മാസം വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം അതിൽ വരുന്നുണ്ട്. സോ ഇതേപോലെ നിങ്ങൾക്ക് എന്താ ഓരോ എക്സാമിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ആ ഡേറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു ദ പിന്നെ ലിങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ എടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ എക്സാമിന്റെ ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് അവരുടെ സിലബസും കൂടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈഫ് സയൻസ് ഫാക്കൾട്ടിയിൽ ഉള്ള കോഴ്സുകൾ നോക്കുകയാണ്. ഇപ്പൊ BSc ഹോണേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ BSc ഹോണേഴ്സ് വരുന്ന സമയത്ത് ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവരുടെ സിലബസ് കിട്ടും. ഓക്കെ. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് +1 ആൻഡ് +2 നമ്മളോട് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ കെമിസ്ട്രി വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്നിട്ട് സിലബസ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. മാത്തമാറ്റിക്സും ഫിസിക്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ബയോളജി അല്ലെ, ബോട്ടണിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ സുവോളജീന്റെ ഏരിയാസും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മുടെ +1 +2 തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവരവിടെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഇനിയിപ്പോൾ MSc വരുന്ന സമയത്ത് MSc ബോട്ടണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അവിടെ നമ്മളോട് എന്താണ് നമ്മുടെ ഡിഗ്രിക്ക് ആക്ച്വലി നമുക്ക് അങ്ങനെ ഇപ്പം 4-year പ്രോഗ്രാം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അവർ അവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. സോ അതൊന്ന് കവർ ചെയ്താൽ മതിയാകും. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളോട് നമുക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ഓക്കെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കിട്ടും. അതിന് മുമ്പ് നിങ്ങൾ അവിടെ സൈൻ ഇൻ ചെയ്യാണ് വേണ്ടത്. അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് നിങ്ങൾ എന്താണ്? സൈൻ ഇൻ ചെയ്യാണ് വേണ്ടത്. അത് ഒരു മിനിറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാണ്? ഓൺലൈൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ അഡ്മിഷൻ പോർട്ടൽ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സോറി, ഇവിടെയല്ല കേട്ടോ വരേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ഫോം ഫോർ അഡ്മിഷൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി എന്താണ് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതായത് മുകളിൽ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് സൈൻ ഇന്നും സൈൻ അപ്പും കാണും. അവിടെ നിങ്ങൾ സൈൻ അപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മയുടെ പാരൻസിന്റെ പേര് കൊടുക്കുക, ഫോൺ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് തിരുത്താനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് വരുന്നത്? നിങ്ങൾ സൈൻ ഇൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡാഷ്ബോർഡ് ആണ് കിട്ടുക. ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 6 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ് ഇതെന്ന് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോന്ന് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്തു വെച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാം? ഇതേപോലെ ഫസ്റ്റ് ഇത് പ്രൊഫൈൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുന്നു, പിന്നെ കറസ്പോണ്ടിങ് ഇമെയിൽ കൊടുക്കുന്നു. നിങ്ങളുടെ പേര് ഓൾറെഡി വന്നിട്ടുണ്ടാകും. മിഡിൽ നെയിം ആവശ്യമില്ല, വേണമെങ്കിൽ കൊടുക്കാം, ഉള്ളവർക്ക് കൊടുക്കാം. നിങ്ങളുടെ ആധാർ നമ്പർ കറക്റ്റ് അടിക്കുക.
ഫാദർ നെയിം, മദർ നെയിം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. മൊബൈൽ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വന്നിട്ടുണ്ടാവും, ജെൻഡർ സെലക്ട് ചെയ്യുക, ഡൊമിസിയൽ സ്റ്റേറ്റ് നമുക്കറിയാം നമ്മൾ കേരള ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കേരളം എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ റിലീജിയൻ, നാഷണാലിറ്റി ഇന്ത്യ കൊടുക്കുക, റിലീജിയൻ നിങ്ങളിപ്പോൾ ഏതാണോ എന്നുള്ളത് ഓർക്കുക, അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഹോസ്റ്റൽ അക്കോമഡേഷൻ വേണോ വേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ യെസ്, അല്ല വേണം, നിങ്ങൾക്ക് എന്തായാലും വേണം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് പ്രൊസീഡ്, നിങ്ങൾ അടുത്തതായിട്ട് എടുക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഡ്രസ് ആണ് എടുക്കേണ്ടത്. സോ അഡ്രസ് എടുക്കുമ്പോൾ നിങ്ങളോട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് ഇപ്പോൾ കറസ്പോണ്ടിങ് അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങളുടെ ഹൗസ് നെയിം, നമ്പർ, സ്ട്രീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സേവ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളോട് പെർമനന്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അതും ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ബാച്ചിലർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ SSLC ആണ് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ SSC എന്നുള്ളത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ റെഗുലർ ആയിട്ടാണ് പോയിട്ടുള്ളത്, നെയിം ഓഫ് ദ കോഴ്സ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് SSLC കൊടുത്താൽ മതിയാകും. ഇയർ ഓഫ് പാസിംഗ്, ഏത് ഇയറിലാണ് പാസ് ആയിട്ടുള്ളത്, നിങ്ങളുടെ റിസൾട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്, സോ പാസ്ഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബോർഡ് ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാ ഇവിടെ നമുക്ക് എന്തുണ്ട്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കാണാൻ പറ്റും, അത് കൊടുക്കുക. നിങ്ങളുടെ എക്സാം റോൾ നമ്പർ, എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊടുക്കുക. സോ നിങ്ങൾ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്താണ് പാസ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ സേവ് ചെയ്തതിന് ശേഷം, ഞാൻ ഫുള്ള് ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അത് സേവ് ചെയ്യാൻ പറ്റാത്തത്. എഗൈൻ ഇതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ എഗൈൻ ആഡ് കൊടുത്തിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പ്ലസ് ടുവിൻ്റെത് നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിരുന്നല്ലോ, സോ നിങ്ങൾ ബാക്കി ഇപ്പോൾ ഇന്റർമീഡിയറ്റിന്നോ പ്ലസ് ടു എന്നൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഇയറാണ്, ഈ ഇയറിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2026 കൊടുക്കുക, ഇവിടെ അവൈറ്റഡ് കൊടുക്കുക. ഓക്കെ, ഇനി ബോർഡ് ഇതേപോലെ കേരള കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മുടെ ഹയർ സെക്കൻഡറി എന്നുള്ള സംഭവം കാണാനായിട്ട് പറ്റും. ഓക്കെ, അതാ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് കാണാൻ പറ്റും, അത് എടുക്കുക. നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഇനി റിസൾട്ട് അവൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അത് വന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ, മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവില്ല, സോ നിങ്ങൾ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് വെക്കാം, അതിനുശേഷം സേവ് ചെയ്ത് വെക്കാം. സോ ഇങ്ങനെ ഈ രീതിയിലാണ് ബാച്ചിലേഴ്സ് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പം മാസ്റ്റേഴ്സ് നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇതേപോലെ നിങ്ങൾ റെഗുലർ ആയിരുന്നു എന്നുള്ള രീതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഫോട്ടോ, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ സിഗ്നേച്ചറോ ഫോട്ടോയോ നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും വേണ്ടതുണ്ട്. ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഫോട്ടോയുടെ കേസ് അവർ പറയുന്നുണ്ട് 200 KB ബിലോ ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്, അതിന്റെ ഫോർമാറ്റ് അവർ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു 10 കോപ്പീസ് എക്സ്ട്രാ കയ്യിലെടുത്ത് വെച്ചോളാൻ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈൻ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് അതും എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി കാറ്റഗറീസ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളിപ്പം ബാക്ക്വേർഡ് ക്ലാസ് ആണോ അല്ലെങ്കിൽ SC ആണോ ST ആണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റിസർവേഷൻ എടുക്കാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും, അതായത് കേരളത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് DS, ബിലോങ്സ് ടു ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഏതിലാണ് വരുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ കേരള കൊടുക്കുന്നു, സേവ് കാറ്റഗറി കൊടുക്കുന്നു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി മോർ ദാൻ 1 കാറ്റഗറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഏത് കോഴ്സാണ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾ പിന്നെ NRI ആണോ അതേപോലെ തന്നെ ഫോറിൻ നേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ ജനറൽ ആണെങ്കിൽ ജനറൽ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സ് എന്ന് കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് മാസ്റ്റേഴ്സിൽ വരുന്ന ഡിഫറെന്റ് കോഴ്സുകൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാ MBA ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ MBA അഗ്രി ബിസിനസ് അവിടെ നമ്മുടെ കോഴ്സിൽ വരുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്യാം.
ഓക്കെ, പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പ്രിവ്യൂ വരുന്നുണ്ട്. സോ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ പേയ്മെന്റിലേക്കാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, IMU-ലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ CUET ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് CUET ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി അത് ത്രൂ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ബാച്ചിലേഴ്സ് എടുക്കുകയാണ്. ബാച്ചിലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനറൽ കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ബാച്ചിലേഴ്സ് ഡിഗ്രി കൊടുത്തു. ബാച്ചിലേഴ്സ് ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇവിടെ നമ്മളോട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ CUET ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ BSc ഹോണേഴ്സ് അല്ലെങ്കിൽ റിസർച്ചിന് ഇതിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ത്രൂ CUET എക്സാം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, CUET അപ്ലൈ ചെയ്ത കുട്ടി AMU-ൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. സോ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. ഇനി ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.